യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എന്റെ മോൾക്ക് ഇവിടെ ഇല്ലേ ഡോക്ടർ? നോക്കൂ മാഡം, ഒരു സാധാരണ പനി വരുന്ന പോലെയല്ല ഈ കേസ്. ലക്ഷ്യങ്ങൾ വേണം. ഓപ്പറേഷൻ എന്ന് കേട്ടപ്പോ നിസ്സാരാണെന്ന് കരുതി. ഡോക്ടർ, കാശ് ഉറപ്പായിട്ട് ഞങ്ങൾ അടച്ചോളാം. അതിനുവേണ്ടി ആള് പോയിട്ടുണ്ട്. ദയവായിട്ട് ഓപ്പറേഷൻ നടത്താനുള്ള ഏർപ്പാട് ഉണ്ടാക്കണം. സോറി, ഞാൻ ഈ ജോലി ചെയ്യുന്നത് പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ പറയുന്നത് കേൾക്കാനല്ല. 9 ലക്ഷം രൂപ ഇവിടെ അടയ്ക്കാതെ ഒരിക്കലും ഭാവനയെ തിയേറ്ററിലേക്ക് കയറ്റാൻ പറ്റില്ല. ഡോക്ടർ, ഞാൻ അപേക്ഷിക്കുക, ദൈവത്തെ ഓർത്ത് എന്റെ മോളെ രക്ഷിക്കണം. ഞാൻ വേണമെങ്കിൽ ഡോക്ടറിന്റെ കാല് പിടിക്കാം. ഡോക്ടർ, പ്ലീസ് ഡോക്ടർ, എങ്ങനെയെങ്കിലും എന്റെ മോളെ രക്ഷിക്കണം. പ്ലീസ് ഡോക്ടർ, ഞങ്ങൾക്ക് ആരുമില്ല. ദൈവത്തെ ഓർത്ത് എന്റെ മോളെ രക്ഷിക്കണം. എന്റെ മോളുടെ ഓപ്പറേഷൻ നടത്തണം. ദൈവത്തെ ഓർത്ത് എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം. അമ്മ എണീക്കമ്മേ. ഇല്ല മായേ, എന്റെ മോളുടെ ഓപ്പറേഷൻ ഡോക്ടർ നടത്താന്ന് പറയാതെ ഞാൻ എണീക്കത്തില്ല. പ്ലീസ് ഡോക്ടർ, എന്റെ മോളെ രക്ഷിക്കണം. ഇതുപോലെ ഭാവനയെ എന്റെ കാൽ കീഴിലാക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ നടന്നില്ല. എടി ഭാവനെ, നിന്റെ അമ്മ ഇതാ എന്റെ കാലിൽ വീണ് കേഴുന്നു. ഞങ്ങളെ സഹായിക്കും ഡോക്ടർ. ഇവിടെ കിടന്ന് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല മാഡം. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. എണീക്കമ്മേ, ഞാൻ പറയുന്നത് കേക്കമ്മേ. ഡോക്ടർ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഭാവനയുടെ ആദ്യത്തെ ഓപ്പറേഷനും ബാക്കി ചെലവുകളൊക്കെ നിങ്ങളോട് പോലും ആലോചിക്കാതെ ചെയ്തത്. അത് ഞങ്ങളുടെ മര്യാദ. അതിന് 6 ലക്ഷം രൂപ ബില്ലായിട്ടുണ്ട്. ഈ സ്ഥാനത്ത് പുറത്തുനിന്നൊരു പേഷ്യന്റ് ആയിരുന്നെങ്കിൽ കാശടച്ചതിന് ശേഷം മാത്രമേ ഓപ്പറേഷൻ നടക്കുമായിരുന്നു. ഇനി പറ മാഡം, ഇതിനപ്പുറം ഞങ്ങൾ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? ഇനിയും എത്ര ഓപ്പറേഷൻ വേണമെന്ന് മുൻകൂട്ടി പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഭാവന. അയ്യോ, ഇങ്ങനെയൊന്നും പറയല്ലേ ഡോക്ടർ. ഞാൻ മനഃപൂർവ്വം പറയുന്നതല്ലല്ലോ മാഡം. ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ ഡോക്ടർ പേടിക്കാനൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്. പിന്നെ എന്ത് സംഭവിച്ചു? ഇങ്ങനെ ഓരോ ഓപ്പറേഷനും ലക്ഷങ്ങളായി ഞങ്ങൾ എന്ത് ചെയ്യണം മാഡം? അതും കൂടെ ഒന്ന് പറ. പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത് മാഡം. ഭാവന ഇവിടെ കൊണ്ടുവന്നത് സൂര്യ. നിങ്ങളുടെ എല്ലാം മുന്നിൽ നിന്നാണ് സൂര്യ കാശ് കൊണ്ടുവരാൻ വേണ്ടി പോയത്. എന്നിട്ട് സൂര്യ എവിടെ പോയി? ഏതു നേരത്തും ഭാവനയുടെ പിന്നാലെ നടന്നിരുന്ന സൂര്യ പെട്ടെന്ന് എന്താ അപ്രത്യക്ഷനായത്? ഇവിടുന്ന് പലരും വിളിച്ചിട്ടും സൂര്യ കിട്ടുന്നില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. ശരിയാണോ? അതെ ഡോക്ടർ, പക്ഷേ അതൊരിക്കലും മനഃപൂർവ്വം ആവില്ല. അത് നിങ്ങളുടെ വിശ്വാസം. ഭാവനയെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളില്ലെന്ന് ചിലപ്പോ സൂര്യക്ക് തോന്നിയാലോ? ഇല്ല ഡോക്ടർ, സൂര്യ ഒരിക്കലും അങ്ങനെയുള്ളവനല്ല. എന്റെ മോക്ക് വേണ്ടി അവന്റെ ജീവൻ വരെ കൊടുക്കും. അതിൽ ഞങ്ങൾക്കൊരു സംശയമില്ല. ആ, സൂര്യ അത്രയ്ക്ക് വിശ്വാസമാണല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം സൂര്യ കാശുമായിട്ട് വരുന്നുണ്ടോന്ന്. വരും ഡോക്ടർ. സൂര്യ ജീവനോടെ ഉണ്ടെങ്കിൽ ഭാവനയെ രക്ഷിക്കാൻ വരും. അമ്മേ, ഇനി ഇദ്ദേഹത്തോട് അപേക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല. ദൈവം എന്താണോ ഭാവനയുടെ കാര്യത്തിൽ വിധിച്ചിരിക്കുന്നത് അത് നടക്കും. ആ പറഞ്ഞതാണ് കറക്റ്റ്. അല്ലാതെ വെറുതെ എന്നെ പഴിചാരിയിട്ട് ഒരു കാര്യമില്ല. ഞാനെന്തേ ഇവരെ പോലെയൊക്കെ ഒരു ജീവനക്കാരൻ മാത്രമാണ്.
അങ്ങനെ ഇപ്പൊ നീ പോണ്ട മോനെ. കാമുകിയിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ഒരമ്മ ചെയ്യുന്ന ത്യാഗമായിട്ട് നാളെ നിനക്കത് ബോധ്യമാവും. ഇവിടെ നടക്കുന്നത് വല്ലതും നീ അറിയുന്നുണ്ടോ ഭവനെ? ഇപ്പൊ നിന്റെ അമ്മ വന്ന് എന്റെ കാല് പിടിച്ച് കരഞ്ഞു. സത്യം പറഞ്ഞ നീ വന്ന് എന്റെ കാല് പിടിച്ച് കരയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എടി, ഞാൻ വിചാരിച്ച എപ്പോഴേ നിന്റെ ഓപ്പറേഷനും കഴിഞ്ഞ് നീ സേഫ് ആയാൽ. പക്ഷേ ഞാനത് ചെയ്യില്ല. എനിക്കറിയാം, MD മടങ്ങി വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് എന്നോട് ദേഷ്യപ്പെടും. കാരണം ഈ MDയുടെ മകൾക്ക് സമമാണല്ലോ. നീയാണല്ലോ ഇവിടുത്തെ പാവപ്പെട്ട രോഗികളുടെ കാവൽ മാലാക. പക്ഷേ എനിക്കതൊന്നും വിഷയമല്ല. ഇനിയിപ്പോ എന്റെ ജോലി പോയാലും ശരി, നീ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പാടില്ല. അതിന് MD തന്നെയാ എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്നത്. ഇല്ലെങ്കിൽ പിന്നെ ലീവിലായിരുന്നു ഞാൻ. നിനക്ക് ആക്സിഡന്റ് ആയ ദിവസം തന്നെ തിരിച്ചു വരണം. വരാനുള്ളത് വഴി തങ്ങില്ല ഭാവന. ഇതൊക്കെ മുകളിലിരിക്കുന്ന ഒരാളുടെ തീരുമാനമാണ്. അല്ല, എന്ന് നീ തന്നെ ജയിച്ചുകൊണ്ടിരുന്ന ആർക്കായാലും ബോറടിക്കും. അതുകൊണ്ടാവും ദൈവം ഇങ്ങനെ ഒരു ചേഞ്ച് എനിക്ക് തന്നു. ഇതെല്ലാം ഉള്ളിൽ നീ അറിയുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം. സത്യം പറഞ്ഞ നിന്റെ ഒരു കാര്യത്തിൽ തീരുമാനമാവുന്നവരെ എനിക്ക് മറ്റൊരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പാവം, നിന്നെ രക്ഷപ്പെടുത്തി പേരെടുക്കാൻ പോകുന്ന ആ ഡോക്ടർ വിനയം പോലും അറിയുന്നില്ലല്ലോ ഇവിടെ യഥാർത്ഥ വില്ലൻ ഞാനാണെന്ന്. എന്നാ പിന്നെ സുഖമായോ? ഡോക്ടർ വരെ നേരമായി. ആ, ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ മറന്നുപോയി. നിന്റെ പ്രിയപ്പെട്ടവനുണ്ടല്ലോ സൂര്യ, അവ ഒരിക്കലും നിന്നെ രക്ഷിക്കാൻ വേണ്ടി കാശുമായിട്ട് വരില്ല. സ്വന്തം അമ്മയുടെ കസ്റ്റഡിയിൽ തന്നെ അവനുണ്ട്. ഒരിക്കലല്ല, പല തവണയാ നീ എന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷേ ഇപ്പൊ നീ രക്ഷപ്പെടില്ല. സൂര്യ എന്നല്ല, ഒരാൾക്കും നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടോന്നറിയാനാ ഞാൻ നിന്നെ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വീണ്ടും വരാ പോവനെ. വരട്ടെ.